എടാ ഞാൻ അവസാനത്തെ ടെസ്റ്റും പാസ്സായിരുന്നു, നമുക്കറിയാം നിങ്ങളൊക്കെ എന്നേ പാസ്സായിട്ടുള്ളതാണ് ഇതൊന്നും. അപ്പം മൂപ്പർക്ക് നമ്മൾ ആ ഒരു സംഗതി അപ്പം കിട്ടിയില്ലല്ലോ. മൂപ്പർ ഉദ്ദേശിച്ച ഒരു ആശ്ചര്യവും നീ ഇവനെ പഠിച്ചവനാണല്ലോ അതിനെല്ലാ ആളുകൾ കുറേ എന്നെ ചീത്ത പറഞ്ഞു. മൂപ്പരോണ്ട് ചെല്ലുമ്പോൾ മൂപ്പരെ വാപ്പ തന്നെ എഴുന്നേറ്റ് നിൽക്കും. കാരണം ഇയാളിങ്ങനെയാ വരിക, അങ്ങനെ പറയും. അതൊരു രീതിയാണ്. അത് തലയുടെ മുകളിൽ കൂടിയാണ് ആൾക്കാർ നോക്കുക, അല്ല മൂപ്പര ആൾക്കാരെ നോക്കുക. മോഹൻലാലാണ് ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പോവുക. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന ഒരാൾ. അപ്പോൾ ഈ വേണമെങ്കിൽ ആകെ കൂടിയിട്ട് ഒരു ചെറിയ സന്തോഷം മൂപ്പര് പ്രകടിപ്പിക്കുന്നത് അവസാനത്തെ ടെസ്റ്റും പാസ്സായിടാന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ അന്ന് സൂപ്പർ സ്റ്റാറാണ് ദേവാസുരമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതൊന്നും പറ്റില്ല എന്നൊക്കെ വെക്കും. അപ്പോൾ അടുത്ത് കൂടെ ചിലപ്പോൾ പശുവിൻ്റെയൊക്കെ ആൾക്കാരായിട്ട് പശുവിനായിട്ടൊക്കെ വരുന്നുണ്ടാവും, ചില ആൾക്കാർ പഠിച്ചു പോകുന്ന ആൾക്കാർ. നീ എന്താ മമ്മൂട്ടിയെ പറ്റിയിട്ട് വിചാരിച്ചിട്ടുള്ളത്? ഇവൻ ഈ ബീഡി വലിച്ച് നടക്കുന്നവൻ്റെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിക്കുന്നു. നീ എന്താണ് മമ്മൂട്ടിയെ പറ്റിയിട്ട് വിചാരിച്ചിട്ടെന്ന് പറ. നീയൊക്കെ ബുദ്ധിജീവിയാണല്ലോ, നിങ്ങൾക്ക് ബുദ്ധിജീവികളുള്ള സിനിമയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് അല്ല നിങ്ങൾ തമാശയാക്കി ഞാൻ അയാളോട് വരാൻ പറയാം. നിങ്ങൾക്ക് അയാളെ കഥ കേൾക്കുക ഇഷ്ടമെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനോട് വരാൻ പറയും. അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഒരുപാട് നാളിപ്പോ പൈസ കിട്ടാൻ വേണ്ടിട്ട് കൂലിപ്പണി ചെയ്യുന്ന പോലെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇല്ല, റോഡ് പണിക്കൊക്കെ പോകില്ല. ഈ സിനിമയിൽ ചാൻസ് കിട്ടാനും ആൾക്കാരെ നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക എന്നതിൽ ഒഴിച്ച് വേറെ ഒരു ഗെയിമും മൂപ്പര് കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരുടെ മുമ്പിലെങ്കിലും ഭയങ്കര പ്ലീസിങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അപ്പോഴും പടി പോലെ. അപ്പോൾ കോയൊക്കെ ഭയങ്കര ബോർ ക്യാരക്ടറാണ്. അതൊന്നും നന്നായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല ഞാൻ. ഈ നാടകത്തിലൊക്കെ ഒരു ക്ലൗണിഷ് ക്യാരക്ടർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. അത് പിന്നെ ആൾക്കാർക്ക് രസിക്കുന്നത് നല്ല കലാസൃഷ്ടിയൊന്നും ആയിരിക്കില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് VK ശ്രീരാമൻ ചേട്ടാ, സ്വാഗതം. എപ്പോഴും ഒരു നടൻ എന്ന രീതിയിലും ഒരു അവതാരകൻ എന്ന രീതിയിലും ഒക്കെ പ്രേക്ഷകർക്കുള്ള ഇഷ്ടം പോലെ തന്നെ എഴുത്തുകളും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഫേസ്ബുക്കിലെ എഴുത്തുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ മമ്മൂക്കാനെ പറ്റി എഴുതിയ ഒരു എഴുത്ത് അത്രയധികം സ്വീകരിച്ചു. എല്ലാവരും അത് വീണ്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി, അതിനെപ്പറ്റി ആർട്ടിക്കിളുകൾ വരാൻ തുടങ്ങി. അസുഖ വിവരം അല്ലെങ്കിൽ രോഗമുക്തി ആയതിനു ശേഷം ഇന്നലെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ വന്നതൊക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. എങ്ങനെയായിരുന്നു ആ മൊമെന്റ്? ഇന്നലെ യാത്രക്കിടെ വന്ന ആ കോളും കഴിഞ്ഞില്ല. ഞാൻ ഓട്ടോറിക്ഷയിൽ വരുമായിരുന്നു. അപ്പോ അതിന്റെ തലേന്റെ തലേദിവസമൊക്കെ മൂപ്പര് വിളിക്കാറുണ്ടായിരുന്നു. ഈയിടെയായിട്ട് എന്താ വെച്ചാൽ വീട്ടില് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വിളിക്കും, പല കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കും. പല കാര്യങ്ങളെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ക്യാമറകളെ പറ്റി സംസാരിക്കും. മിനിയാന്ന് ക്യാമറകളെ പറ്റിയിട്ടായിരുന്നു അത് പ്രധാനപ്പെട്ടിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ക്യാമറയെ പറ്റിയിട്ട്, ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന ക്യാമറയെ പറ്റിയിട്ട്, സ്വീഡനിൽ ഉണ്ടാക്കുന്ന ക്യാമറയെ പറ്റിയിട്ട്, അതിൻ്റെ വ്യത്യാസങ്ങൾ അതൊക്കെ ഓർത്തെടുത്തിട്ടൊക്കെ പറയണം. അത് മറന്നൊക്കെ പറഞ്ഞു അങ്ങനെ. അപ്പം ഞാൻ ജെയിനി കുര്യാക്കോസ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫറുണ്ട്. അത് വളരെ പ്രസിദ്ധയാണ്. മലയാളിയായിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെ ലോകം മുഴുവൻ നടന്നിട്ട് ഫോട്ടോ എടുക്കുകയും അത് ശ്രദ്ധ നേടുകയും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷെ അവരാരും അറിയില്ല. അങ്ങനെ അവർ ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ളത്, ബാംഗ്ലൂരാണ് താമസം. അപ്പോൾ അവരെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവരെ ഫോട്ടോ അയച്ചു തരാം, എന്നിട്ട് അവരുടെ ഫോട്ടോ നോക്കുന്നൊക്കെ പറഞ്ഞു. ഒന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് തന്നെ പറഞ്ഞു അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് മിനിയാന്ന് സംസാരിച്ചത്. അപ്പോൾ ഇന്നലെ അതിനു മുൻപ് ഈ ടെസ്റ്റ് ഒന്നും കൂടി പാസ്സാവാനുണ്ട് എന്നൊക്കെ അങ്ങനെ ഇതായിട്ട് ചോദിച്ചു. ഞാനപ്പോൾ രോഗത്തിൻ്റെ കാര്യങ്ങൾ മൂപ്പര് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അത് ഒരു വിഷയമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് മട്ടിലല്ല, എനിക്കും അതങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതൊന്നൊരു കാര്യമല്ല, ഹി വിൽ കം ബാക്ക് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ ഒരു വിശ്വാസമുള്ള കാരണം അതിനെ പറ്റിയിട്ട് കൂടുതൽ ചോദിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഡ്രൈവർ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കാരണം ഭയങ്കര കടകടാന്നുള്ള ശബ്ദം കാരണം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, അപ്പോൾ ആദ്യം പറഞ്ഞു നീ ഭയങ്കര ബിസിയാണല്ലോ. ബിസിയൊക്കെയാണ്, ഓട്ടോറിക്ഷ പോണ സ്പീഡിലുള്ള ഒരു ബിസിയൊക്കെ ഉണ്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞു. അപ്പം നീ എന്നോട് എന്താ വിളിച്ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ അവസാനത്തെ ടെസ്റ്റും പാസ്സായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ പ്രകടിപ്പിക്കുന്നതിലുള്ള ഒരു വൈമുഖ്യം കാരണം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്കറിയാം നിങ്ങളൊക്കെ എന്നേ പാസ്സായിട്ടുള്ളതാണ് ഇതൊന്നും. അപ്പം മൂപ്പർക്ക് നമ്മൾ ആ ഒരു സംഗതി അപ്പം കിട്ടിയില്ലല്ലോ. മൂപ്പർ ഉദ്ദേശിച്ച ഒരു
ആശ്ചര്യവും ഓ നീ ഇവനെ പഠിച്ചവനാണല്ലോ അതിനെല്ലാം കുറെ എന്നെ ചീത്ത പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ള സംഭവം. അത് എഴുതണം തോന്നി കുറച്ചിങ്ങനെ സെർട്ടൈലായിട്ട് അങ്ങനെ നിൽക്കണമെന്നും അങ്ങനെ ദൈവം രക്ഷിച്ചു മൂപ്പരെ, അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം രക്ഷിച്ചു, അത്തരത്തിലുള്ള ഒരു വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട പണ്ടും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഉണ്ടായൊരു സംഭവം അത് ഇത്ര ആപത്താവും എന്നുള്ളത് ഞാൻ വിചാരിച്ചു. കാരണം ആൾക്കാരൊക്കെ വിളിക്കുന്നു അങ്ങോട്ടാവുന്നു. കാരണം ഇത് നേരത്തെ ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ജോർജും ആൻഡ്രോ ജോസഫൊക്കെ ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. അതിന് ശേഷമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് എൻ്റെ ഉള്ളിലുള്ള സന്തോഷം മൂപ്പരെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കേട്ടമ്മ കേട്ട് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ആ സംഗതി ഉണ്ടായത്. അത്രയാണ് മൂപ്പരായിട്ടുള്ള ഒരു സൗഹൃദം കണ്ട കാലം തൊട്ടേ ഉള്ളതാണ്. ഇങ്ങനെ അത് പലപ്പോഴും സിനിമാ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. എന്തോ ഒരു പാലമുണ്ട്, അതിലൂടെ കടന്നു കയറിയിട്ടുള്ള അല്ലെങ്കിൽ നടന്നു കയറിയിട്ടുള്ളൊരു സൗഹൃദം. മിക്കവാറും മൂപ്പര് രീതിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഹിമാലയം കൊണ്ടോ ചിലത് അംഗീകരിക്കില്ല. ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ചോദിക്കൂട്ടാ. ആദ്യം തന്നെ മൂപ്പര് അതിൻ്റെ മുകളിൽ പറയും എന്താ ജെനി കുര്യാക്കോസിനെ പറ്റി എന്താണ് ജെനി കുര്യാക്കോസ്, എന്താണ് അവർ ചെയ്യാന്ന്, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും. ആദ്യം അംഗീകരിക്കുകയില്ല. അതതിൻ്റെ മൂപ്പരൊരു രീതിയാണ്. മൂപ്പര് വീട്ടിലായാലും ഏത് ഫംഗ്ഷനായാലും എവിടെ ചെന്നാലും ഈ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു സ്വഭാവം പണ്ടേക്ക് ഞാൻ കാണുന്ന കാലം തൊട്ടുണ്ട്. മൂപ്പരെ എന്താണ് ഇന്നസെൻ്റൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയും, മൂപ്പരണ്ട് ചെല്ലുമ്പോൾ മൂപ്പരെ വാപ്പ തന്നെ എഴുന്നേറ്റ് നിൽക്കും. കാരണം ഇയാളിങ്ങനെ വരിക അങ്ങനെ പറയും. അതൊരു രീതിയാണ്. തലയുടെ മുകളിൽ കൂടെയാണ് ആൾക്കാർ നോക്കുക, അല്ല മൂപ്പര ആൾക്കാരെ നോക്കുക. മോഹൻലാലാണ് ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പോവുക. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന ഒരാൾ, അതിൻ്റെ ഒരു ആപത്തുകൾ മൂപ്പർക്ക് ഉണ്ടാവാറുണ്ട് ചിലപ്പോഴെങ്കിലും. കാരണം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും മൂപ്പർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. മറ്റേ ഞാനൊന്നും കണ്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് പോവാം. എന്തെങ്കിലും മൂപ്പരൊക്കെ റെസ്പോൺസൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. പിന്നെ സംസാരിക്കാറുള്ളത് ഏറെയും ഒരു വിഷയത്തിൽ അങ്ങനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു വർത്തമാനം. അപ്പം തോന്നിയ കാര്യങ്ങളങ്ങ് വർത്തമാനം പറയാം. അങ്ങനെയാണ് വീട്ടിലൊക്കെ വിളിച്ചിട്ട്. ഇപ്പൊ ഈ ഇടയൊക്കെ ആയിട്ട് 1 മണിക്കൂറൊക്കെ സംസാരിക്കും. 1 മണിക്കൂറൊക്കെ സംസാരിക്കുന്ന പറഞ്ഞാലും മൂപ്പര് വീഡിയോ തുറന്നു. എന്നിട്ട് ഭാര്യ ചിലപ്പം മറ്റേ സുറുമിയുടെ മോള് വരും, ജോർജ് വരും, അത് അവൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഞാൻ കണ്ടോണ്ടിരിക്കും. അപ്പോൾ ഇത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുക, എത്രയാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേത് ഇത് പഴയ ആളന്മാരെയൊക്കെ അല്ല, ഇത് അവിടെ നിന്ന് കൊടുന്നുള്ള മരം കൊണ്ടുണ്ടാക്കിയതാണ്. മൂപ്പരെ മുഖം കാണിക്കൂല, ചിലപ്പോൾ മുഖം കാണിക്കും, അല്ലെങ്കിൽ കാലൊക്കെ ആയിരിക്കും ഇതിങ്ങനെ മിനിയാന്നും അങ്ങനെ തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു ഈ സിനിമയുടെ ഫ്ലേവർ ഇല്ലാത്തൊരു സൗഹൃദമുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അവിടെ ഓടിയില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയില്ലേ, അത്തരം ഒരു കാര്യങ്ങളില്ല. വർഷങ്ങൾക്ക് മുൻപ് പൊന്തന്മാട ഫിലിം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഒരു സുഖ ചികിത്സയ്ക്ക് ഷൊർണൂർ ആയുർവേദ സമാജത്തിൽ പൂമുള്ളി 6-ാം തമ്പുരാൻ്റെ കീഴിൽ അവിടെ 15 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ മൂപ്പർക്ക് പോരടി. അപ്പോൾ മക്കളൊക്കെ കുട്ടികളാണ്, സുലുവൊക്കെ ചെറുതാണ്. അല്ല സുലുണ്ട്, ഈ സുറുമിയൊക്കെ ചെറുതാണ്. ഷാരൂഖ് ഖാനൊക്കെ അല്ല മൂപ്പരെന്താ ചാലു എന്നാണ് അവനെ വിളിക്കുക. ചാലു ഒക്കെ മാവിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അവിടെ ഇരിക്കുക, കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുക. ദുൽഖർ ചാലു എന്നാണ് വിളിക്കുക. എൻ്റെ മക്കളും ഉണ്ട്, അവരും ചെറുതാണ്. ആ ഒരു കാലത്ത് 15 ദിവസമാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. തിരക്കുള്ള കാലം. ഒരു കണ്ടീഷൻ മൂപ്പരുടെ ആ ദിവസങ്ങളിലൊന്നും ഈ സിനിമ പീരിയോഡിക്കൽസ് ഒന്നും ആ ഭാഗത്തേക്ക് കയറ്റരുത്, അല്ലെങ്കിൽ അത് വായിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ വായിക്കാം, അറിയാം, പറയാം. അതങ്ങനെ ഒരു പിന്നെ നമ്മളൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പഠിക്കും, നാന വായിക്കും, ചിത്രഭൂമി വായിക്കും. മൂപ്പര് അത്തരം കാര്യം എന്നാലാണ് നമ്മൾ സ്വസ്ഥാകുള്ളൂ എന്നുള്ളതല്ലേ. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കും താല്പര്യമുള്ളതാണ് അത് അങ്ങനെ അല്ലാത്ത സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളെപ്പോലുള്ള ഒരാളെ മൂപ്പര് കൂടുതൽ നേരം വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ലാണ്ട് സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എന്നെ വലിയ ഒരു ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു അങ്ങനെയൊന്നുമില്ല. എന്ത് കാര്യങ്ങളും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പൊട്ടത്തരാണെങ്കിലും നമ്മൾ പറയും.
അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തിരുത്തും. അങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മിക്കവാറും കാര്യങ്ങളെ പറ്റി. എന്ത് പറഞ്ഞാലും മൂപ്പര് സമ്മതിക്കില്ല കേട്ടോ, അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും അതിനനുസരിച്ച് വർത്താനം പറയും. അതാണ് ഇന്നലെ ഉണ്ടായത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു തല ഉയർത്തി പിടിച്ച മമ്മൂക്കാനെയാണ് ഞങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. സ്ട്രോങ് എന്നുള്ളൊരു വാക്ക് ഒപ്പം ചേർത്ത് പറയാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ മമ്മൂക്ക ഈ ഒരു ഫേസ് എങ്ങനെയാ കടന്നുപോയത് ആ സമയത്ത്? അതിൽ എനിക്ക് വർത്തമാനം ആ സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിച്ച ഒരു ദിവസം പോലും മൂപ്പരുടെ കോൺഫിഡൻസ് ചോർന്നു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിങ്ങനെ വരുമ്പോൾ എന്നൊക്കെയുള്ള ലൈനിലുള്ള ഒരു തരം വർത്തമാനമായിരുന്നു. ആൾക്കാരുടെ പോലെയൊന്നും മൂപ്പർക്ക് അങ്ങനെ ഒരു ബേജാറ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ അഭിനയക്കാരനാണല്ലോ, ചിലപ്പോൾ അതില്ലാന്ന് അഭിനയിച്ചതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല മൂപ്പരുടെ വാക്കുകളിലൊക്കെ എവിടെയെങ്കിലും മൂപ്പര് അതിനെ പറ്റിയിട്ട് വളരെ ആശങ്ക ഉണ്ട് മൂപ്പർക്ക് എന്ന് തോന്നിയിട്ടില്ല. അപ്പൊ ഈ വേണമെങ്കിൽ ആകെ കൂടിയിട്ട് ഒരു ചെറിയ സന്തോഷം മൂപ്പര് പ്രകടിപ്പിക്കുന്നത് അവസാനത്തെ ടെസ്റ്റും പാസ്സായിടാന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുവരെയൊക്കെ ഇപ്പൊ മിനിഞ്ഞാന്ന് ഇത്ര നേരം ജേനി കുര്യാക്കോസ് തൊട്ട് ക്യാമറകളെ, ലോകത്തുള്ള ക്യാമറകളെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ട് 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നാളെയാണ് ലാസ്റ്റ് ടെസ്റ്റ്, അതിലാണ് നമ്മൾ പൂർണ്ണ രോഗവിമുക്തനായി എന്നുള്ളത് അറിയാം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ഇത്ര നേരം സംസാരിക്കുമ്പോൾ അത് പറഞ്ഞുകൂടെ നാളെയാണ് ടെസ്റ്റ്, അല്ലെങ്കിൽ വലിയ അങ്ങനെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം, ഒന്നും പറയില്ല. അതാണ് മൂപ്പരുടെ ഒരു നേച്ചർ. ഈ ഒരു സൗഹൃദം എങ്ങനെയാ തുടങ്ങുന്നത്? കാണാതായ പെൺകുട്ടി എന്നാണോ നിങ്ങൾ ആദ്യമായി? കാണാതായ പെൺകുട്ടിയിൽ ഞാനും മൂപ്പരായിട്ട് വർത്താനം പറഞ്ഞിട്ടേ ഇല്ല. അത് ലൊക്കേഷനിൽ വെച്ചിട്ട് എപ്പോഴോ കണ്ടത്. പിന്നെ ഇങ്ങനെ എന്നെ ആദ്യം കാണുമ്പോൾ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സെറ്റിലാണ് തോന്നുന്നു കൂടുതൽ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത്. മങ്കട രവിവർമ്മയാണ് അതിന്റെ ക്യാമറമാൻ. കോട്ടയത്ത് ആ ഭാഗത്താണ് ഏതോ ഒരു സിനിമ, മതിലുകളൊന്നല്ല, അതിനൊക്കെ മുമ്പാണ്. വടക്കൻ വീരഗാഥയില് അല്ലല്ല, അതിനൊക്കെ മുമ്പ്. വടക്കൻ വീരഗാഥയിലൊക്കെ നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷമുള്ള സിനിമയില്. അതിനു മുൻപ് കാണുമ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്നു മൂപ്പര്. യാത്ര എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ആരെങ്കിലും മൊട്ടടിച്ചിട്ടുള്ളത്, ഞാൻ മൊട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മൊട്ടടി പോലീസ് മൂപ്പര് തല ഷേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതിൽ ഇങ്ങനെ നമ്മളോട് പറയുന്നത്. ഞാനുണ്ട് പവിത്രൻ എന്ന് പറഞ്ഞിട്ട് ഉപ്പിൻ്റെയൊക്കെ ഡയറക്ടർ, ഞങ്ങളെ കൂടെ ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെപ്പറ്റി മൂപ്പര്, ഞാൻ ആദ്യം അഭിനയിച്ചിട്ടുള്ള സിനിമ, ഞാൻ ശ്രീരാമൻ എന്നെക്കാളും മുൻപ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു സിനിമയിലായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് തമ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഫിലിമാണ്. ഒരുപക്ഷെ മൂപ്പർ അഭിനയിച്ചേക്കാളും മുൻപ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് 77-ലാണ്. എനിക്ക് തോന്നുന്നു മൂപ്പർ 78-ലാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഏതോ MTൻ്റെ ഒരു പടത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജറുണ്ട്, അവരുടെ പേര് ഹരിദാസൻ. അയാളെ പിൽക്കാലത്തൊക്കെ ഞാൻ കണ്ട് മമ്മൂട്ടിയായിട്ടുള്ള ഏതൊരു ലൊക്കേഷനിൽ അയാൾ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വരിക. ഒരു പ്രായമുള്ള ഒരാൾ. അയാൾ പറഞ്ഞു ഇയാൾ വന്ന് കയറി അപ്പം തന്നെ ആൾക്കാർ വരട്ടാനൊക്കെ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ എവിടെ റൂം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ, ഇയാൾക്ക് റോൾ തന്നെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. അന്നും സ്വഭാവമൊക്കെ എങ്ങനെയാണ് അയാൾ പറയാം, നിങ്ങളെന്താ അങ്ങനത്തെ റൂം വന്നു എനിക്ക് മറ്റേത് കുറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ഞാനാകെ ബേജാറായി. ഇയാൾ ആരാണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഒരു കാലത്തും ഇതുപോലെ ഒരു ഈ സിനിമയിൽ ചാൻസ് കിട്ടാനും ആൾക്കാരെ നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക എന്നതിൽ ഒഴിച്ച് വേറെ ഒരു ഗെയിമും മൂപ്പര് കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരുടെ മുമ്പിലെങ്കിലും ഭയങ്കര പ്ലീസിങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അപ്പോഴും പടി പോലെ. പക്ഷെ അതിൽ പോലും ഇപ്പം ഞാൻ TV ചന്ദ്രൻ്റെ ഒരു ഫിലിമിൽ മൂപ്പർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചെയ്ത് പറഞ്ഞാൽ നീ എന്താ എന്നെ പറ്റിയിട്ട് എന്നെന്ന് പറയില്ല, നീ എന്താ മമ്മൂട്ടിയെ പറ്റിയിട്ട് വിചാരിച്ചിട്ടുള്ളത്? ഈ വീഡിയോ വലിച്ച് നടക്കുന്ന പിന്നെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിക്കുന്നു. നീ എന്താണ് മമ്മൂട്ടിയെ പറ്റിയിട്ട് വിചാരിച്ചിട്ടെന്ന് പറ. ഞാൻ പറയും നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾ, അയാൾ സിനിമ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ആലീസിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞൊരു ഫിലിം എടുത്തിട്ടുണ്ട്. അയാളൊരു ഡയറക്ടറാണ്, നിങ്ങളൊരു സംവിധായകനാണ്, അല്ല നിങ്ങളൊരു നടനാണ്. അപ്പോൾ അയാൾ നിങ്ങളോട് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു, നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞോളൂ. അതിനിപ്പോൾ എന്നെ മെക്കെട്ട് കയറണം എന്തിനാ? ഓ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ സുൽത്താത്തുണ്ട് അവിടെ, ആ ഭാര്യയുണ്ട്, മറ്റേ ഏതാണ് പ്രിൻസ് ഹോട്ടൽ, ആയിരപ്പറയൊക്കെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത്. അപ്പോൾ സുൽത്താത്ത പറഞ്ഞ് അശ്വരാമേട്ടൻ പറയുന്നത് ശരിയല്ലേ,
വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്നത് ഇതിന് വെറുതെ നിങ്ങൾ ഇതാക്കുന്നൊക്കെ അവരെന്താ ചായ ഉണ്ടാക്കണേലും അടിച്ചൊക്കെ പറയുന്നത്. അപ്പം തിരിഞ്ഞിട്ട് ഓ നീയൊക്കെ ബുദ്ധിജീവിയാണല്ലോ, നിങ്ങൾക്ക് ബുദ്ധിജീവികളുടെ സിനിമയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് അല്ല നിങ്ങൾ തമാശയാക്കി ഞാൻ അയാളോട് വരാൻ പറയാം, നിങ്ങൾക്ക് അയാളെ കഥ കേൾക്കുക ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഓ അദ്ദേഹത്തിനോട് വരാൻ പറയും, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഈ വേഷം മതിയോ മറ്റേ കുറച്ചെന്നൊക്കെ പോയി കളിയാക്കുക തന്നെയാണ്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ചന്ദ്രൻ എൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ചന്ദ്രനോട് വരാൻ പറഞ്ഞു. ഇതാണ് ചന്ദ്രൻ. മൂപ്പർ ആ പറഞ്ഞു. അന്ന് ടി വി ഒക്കെ ടി വിയിൽ ഇങ്ങനെ ഇതൊക്കെ മാറ്റി അങ്ങനെ കണ്ടു. ഇന്ന് ചന്ദ്രൻ കഥ പറയാൻ തുടങ്ങി. കഥ പറയാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് തിരിഞ്ഞ് എന്നിട്ട് അത് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പുറത്തിറങ്ങി. കാരണം അവസാനം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയണത് കേൾക്കണ്ടെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ കഥ തിരക്കിട്ടില്ലല്ലോ. എടാ അയാളും അപ്പം ഇവൻ ഈ കഥ അത്രയും നിന്നിട്ടാ പറഞ്ഞല്ലോ, ഇവൻ അങ്ങനെയൊന്നും ഒരാളെ ബഹുമാനിക്കുന്ന ആളല്ല. അപ്പം അത് മൂപ്പർക്ക് ഇഷ്ടമായി. കാരണം എന്താ പറഞ്ഞാൽ നല്ല നമ്മളൊക്കെ വിധേയനായിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരിക്കും എന്ന് മൂപ്പർ ആദ്യം മനസ്സിലാക്കി. പിന്നെ കഥയും മൂപ്പർക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ നല്ല കഥയാണെന്നുള്ളത്, അയാൾ നല്ല ഡയറക്ടറൊക്കെ ആണെന്നുള്ളത്. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത്. ഇത്രയുള്ള മൂപ്പരുടെ കാര്യം. ആദ്യത്തെ വർത്താനമൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ നേരിയതില്ല. പക്ഷെ ഉടനെ തന്നെ അത് മൂപ്പര് അത് നമ്മളതിൽ ഒരു കൺവിക്ഷൻ ഉണ്ട്. അത് കാരണമാണല്ലോ മൂപ്പരോട് നമ്മൾ പറയുന്നത് അതൊരു നല്ല കഥയാണ്, യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പക്ഷെ ആവശ്യമില്ലാത്തൊരു സിനിമയ്ക്കും ഡേറ്റിനൊന്നും വേണ്ടി പോയിട്ട് പറയുകയൊന്നും ചെയ്തില്ല. പല ആൾക്കാരും പറയും ഇത് വെച്ചിട്ട് നിങ്ങൾ നമുക്ക് ഡേറ്റ് മേടിച്ചിട്ട്. ഞാൻ പറയാറില്ല. ഇപ്പൊ കുറച്ച് ഒരു കോവിഡ് കാലത്തിന് ശേഷം ഇന്റർവ്യൂകളിൽ വന്നിട്ടുള്ള മമ്മൂക്ക, അല്ലെങ്കിൽ ഭീഷ്മയ്ക്ക് ശേഷം വന്നിട്ടുള്ള മമ്മൂക്ക തമാശ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ മീഡിയ പ്രവർത്തകരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നൊരു മമ്മൂക്കാനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പേ ഒക്കെ അത്ര തമാശ പറയാത്തൊരു മമ്മൂക്കാനെയാണ്. ഈ പറഞ്ഞ പേടി എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു ഫൺ സൈഡ് പുള്ളിയുടെ ഒരു 70s സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് കൂടുതൽ. എനിക്ക് പറയണ അങ്ങനെ തമാശ പറയാന്നുള്ള ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഫിലിമിന്റെ സംഭവത്തോടെ ഞാൻ ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടാണല്ലോ ചെയ്യുക. ഇത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ മൂപ്പർക്ക് ഒരു ബേജാറുള്ള ആളാണ്. അപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രിപ്പറേഷനോ അപ്പോൾ ഒരു തമാശ പറയണോ ഒക്കെ ചിലപ്പോൾ അതൊക്കെ പലപ്പോഴും തരാറാവലാണ് പതിവ്. പിന്നെ അത് വളരെ കാഷ്വൽ ആവാൻ തുടങ്ങി. ഇപ്പം ഏതോ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ പളനി ആ ഒരു ഭാഗത്ത് ഗോപിച്ചെട്ടിപ്പാളയാണ് അങ്ങനെ അവിടെ ഒരു ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഇയാൾ വരും, വേഞ്ഞാറമ്മൂട് അയാളല്ലേ, അയാള് ഈ ഭാഷ രാജവാണി ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ആക്സെന്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് വേറെ ഇയാൾ അറിയപ്പെടുന്ന ഒരു ആക്ടറല്ല, ചിലപ്പോൾ വേറെ രംഗങ്ങളിലൊക്കെ അറിയാം. അപ്പം മൂപ്പര് എപ്പോഴും ഈ കൂടെ ഉണ്ടാവും, ഇത് പഠിപ്പിക്കാനും ഇത് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, തിരുവനന്തപുരം ഭാഷ അങ്ങനെ പറയണം. അപ്പോൾ അത് ഓക്കെ. പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് ഈ പടം ഭയങ്കര ഹിറ്റ് ആവുന്നു, ഏതാണ്ട് മൂപ്പർക്ക് ഭയങ്കരമായിട്ട് വർക്കുകൾ കിട്ടുന്നു. ഇവന് അയാളും വളരെ മര്യാദക്കാരനും വളരെ മാന്യമായിട്ടാണ് അയാൾ പെരുമാറിയിട്ടുള്ളത്. ഒരു ഇന്റർവ്യൂവിൽ ഇവർ രണ്ടാളും കൂടിയിട്ടിരുന്ന് വർത്താനം പറയുന്നു. അപ്പം എന്താ വെച്ചാൽ ആ ഇന്റർവ്യൂവിൽ ഏതോ ഒരു ഇതിൽ നടക്കുന്നതാണ്. അപ്പോൾ മൂപ്പര് ഈ പഴയ ഡയലോഗ് പഠിപ്പിക്കാൻ വന്ന അവനോട് വർത്താനം പറയുന്ന പോലെ വർത്താനം പറയും. ഇയാൾക്ക് അപ്പം ഭരത അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവനാണ് ഞാൻ ബേജാറ്. കാരണം നമുക്കാന്ന് പറഞ്ഞാൽ അവന് ഏതാണ്ട് ദൈവത്തെ പോലുള്ള ഒരാൾ. അപ്പോൾ അതിനൊന്നും വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം അയാൾ ഈക്വലാ അല്ലേ, ആ ഒരു ലൈനിൽ വേണ്ട അയാളായിട്ട് സംസാരിക്കാൻ. അപ്പോഴും മൂപ്പര് രാജവാണിക്യത്തിൽ അഭിനയിക്കാൻ വന്ന നടനെ ഡയലോഗ് പഠിപ്പിക്കുന്ന ഒരാളോട് എന്നുള്ള പോലെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ സംഗതികളൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് മൂപ്പര് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഇന്റർവ്യൂ നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ. അത് ടെലിവിഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ദൂരദർശന് വേണ്ടിയിട്ട്. അതിൽ മൂപ്പര് വീട്ടിൽ പോകുന്നുണ്ട്. പണ്ട് ഒരു ബീഡി വലി പഠിച്ചത് അവിടെ നിന്നാന്ന് പറയും. കാരണം മമ്മൂക്കാനെ ഇരുത്തിയിട്ടാണ് ആ ബീഡി അയാൾ ഊണ് കഴിക്കാനൊക്കെ പോകുക, ആ കച്ചവടക്കാരൻ. അപ്പം മൂപ്പര് ആ കേരളത്തിൽ ബീഡി നല്ലോണം വലിക്കാറുണ്ട്. മൂക്കുപൊടി വലിക്കൽ അവിടെ നിന്നാണ് പഠിച്ചത്. മുടി വെട്ടേണ്ട ഒരുത്തൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ആളെ തലയൊക്കെ വെട്ടിയൊക്കെ ഇട്ടപ്പോൾ മുടിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കണ്ടിട്ടില്ല. അത്
നല്ല ഇന്റർവ്യൂ ആണ്. അതിൽ വളരെ പ്ലസന്റ് ആവും. കാരണം മൂപ്പരുടെ ബാല്യകാലത്ത് മൂപ്പര് ജീവിച്ച ഒരു ജീവിതത്തിലേക്ക് മൂപ്പര് മടങ്ങി പോയ പോലെ. പഴയ ഒരു വീട്ടിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ബീഡി വലിക്കുന്ന ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഇതൊക്കെ ഞാൻ തരണ്ട നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് ദൂരദർശന്റെ ഒരു ഇന്റർവ്യൂ ആണ്. നല്ല രസമുള്ള ഇന്റർവ്യൂ ആണ്. കാരണം അതാത് പരിസരങ്ങളിൽ പോയിട്ട് അതുപോലെ ഇങ്ങനെ നമ്മളെ ഈ സർക്കസിൽ സിംഹത്തിന് ഇരുത്തിയ പോലെ ഇരുത്തിയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. അവരുടെ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെയുള്ള ഇന്റർവ്യൂ. വൈക്കത്ത് പോകുന്നുണ്ട്, മൂപ്പരൊരു കാളിയമ്മ, അങ്ങനെ കുറെ ആൾക്കാർ അവിടെയൊക്കെ പോയിട്ടുള്ള ഇന്റർവ്യൂ. നല്ല രസമുള്ള ഇന്റർവ്യൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഷോമാൻഷിപ്പ് ഇതിലൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മൂപ്പര് അതുപോലെ ലാലും അതെ അങ്ങനെ അതിലൊന്നും അങ്ങനെ ഒരു നിത്യശ്രദ്ധ എന്നുള്ള ആൾക്കാരല്ല. ലാലേട്ടനും അല്ല അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. കുറെയൊക്കെ തുറന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. ലാല് പൊതുവെ ഷൈ ഒക്കെയാണ്. ഇപ്പൊ ഇതൊക്കെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഇപ്പൊ ഈ ബിഗ് ബോസ് ഒക്കെ ഉണ്ടാവുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലുള്ള ഈ പ്രൊമോഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ വല്ലപ്പോഴും വന്നു പോകും. എപ്പോഴും അതൊക്കെ ഇപ്പോൾ ദേവാസുരത്തിൻ്റെ സമയത്ത് ഒരു വാടക വീട്ടിൽ താമസിച്ചായിരുന്നു. അപ്പം ഞാനും അവിടെ ഇന്നസെൻ്റ് ഒക്കെ താമസിച്ചു. അന്ന് മൂപ്പർക്ക് കാലിൻ്റെ ഈ പെയിനും കാര്യങ്ങളും പ്രശ്നങ്ങളും. അപ്പോൾ പാടത്തിൽ കൂടെ അങ്ങനെ നടന്നിട്ട് ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോകണം. മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അങ്ങോട്ട് കുളിക്കാം. അപ്പോൾ അവിടെയുള്ള ഗ്രാമീണരൊക്കെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. ഒന്നിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോകും. അപ്പം എന്നാലും ഇങ്ങനെയൊക്കെ അന്ന് സൂപ്പർ സ്റ്റാറാണ് ദേവാസുരമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. നമുക്കതൊന്നും പറ്റില്ല എന്നൊക്കെ വെക്കുമോ. അപ്പം അടുത്ത് കൂടെ ചിലപ്പോൾ പശുവിനൊക്കെ ആൾക്കാരായിട്ട് പശുവിനായിട്ടൊക്കെ വരുന്നുണ്ടാവും. ചില ആൾക്കാർ പണിക്ക് പോകുന്ന ആൾക്കാർ. അതൊന്നും വേറൊരു നടന്മാർ ചെയ്യില്ല. അല്ലെങ്കിൽ വേറെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സോ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വീഡിയോ ഒക്കെ എടുക്കും, പക്ഷെ ജീവിക്കൊന്നുമില്ല. ഇതങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയാണ് ഭാഗ്യവശാൽ നമ്മുടെ മലയാളത്തിലെ ഈ നടന്മാർക്കൊക്കെ, ഞാൻ കണ്ടിട്ടുള്ള നടന്മാർക്കൊക്കെ. ഇല്ലാത്തവരും ഉണ്ടാവാൻ ചിലപ്പോൾ. അത്ര വലിയ ഞാൻ ആൾക്കാരായിട്ട് അങ്ങനെ ക്ലോസ് ഒബ്സർവ് ചെയ്യാറൊന്നുമില്ല. ഈ രണ്ടുപേരുമായിട്ടാണോ ഏറ്റവും ആത്മാർത്ഥമായ ഒരു സൗഹൃദം സിനിമയിൽ? ഞാൻ ആരെയായിട്ടൊക്കെ ആണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ദേഷ്യവും സൗഹൃദമൊക്കെ. അല്ലാണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദേഷ്യം സിനിമയ്ക്കകത്ത് ഞാൻ സിനിമയ്ക്കകത്തും പുറത്തൊക്കെ ഒരേ ജീവിതം തന്നെയാണ്. എപ്പോഴും സിനിമയ്ക്കകത്തുള്ള ബന്ധങ്ങൾ ആ ഒരു 30 ദിവസത്തിൽ കഴിയുമെന്ന് പലരും പറയുന്നത്. സിനിമയ്ക്കകത്തൊക്കെ അപൂർവ ബന്ധങ്ങളേ ഉള്ളൂ. സിനിമയ്ക്കകത്തൊന്നും മനുഷ്യന്മാര് അവരെന്താ വെച്ചാൽ അത് വേറൊരു ആൾക്കൂട്ടാണ്. അത് കഴിഞ്ഞാൽ അവർ പണി കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞാൽ നിലനിൽക്കുന്നത് കുറച്ച് ആൾക്കാരായിട്ടാണ്. ഇപ്പൊ ലാലിനായിട്ട് വല്ലപ്പോഴും വിളിക്കും. വല്ലപ്പോഴും വിളിച്ചാൽ എന്ത് വേണമെങ്കിൽ തോന്നിയാസം വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ട്. തോന്നിയാസം തന്നെ ഇങ്ങോട്ടും പറയാം. അങ്ങനത്തെ ഉള്ള ഒരുവിധ. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ എന്തോ ഒരു തമാശ പറഞ്ഞു, അത് സത്യനന്ദി കാണാറിയത് നമുക്ക് വിളിച്ചു നോക്കുക പറയും. അപ്പോൾ വിളിച്ച് അപ്പോൾ എന്നിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ അതിന് മറുപടി പറഞ്ഞ് സത്യം പറഞ്ഞു, അപ്പം നിങ്ങൾ സംസാരിക്കില്ല, നമ്മളങ്ങനെ ബന്ധമൊന്നുമില്ല. മുമ്പിൽ അയാളുടെ സിനിമയിൽ ധാരാളം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു തമാശ പറയാനൊന്നുള്ള ബന്ധമില്ലാന്ന് അത്ഭുതപ്പെട്ടു ഞാൻ. അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് വരെയല്ലേ അടുത്ത സിനിമയും പോവാ. അപ്പോൾ അത് മനുഷ്യർ തമ്മിൽ ബന്ധം ഉണ്ടാവുന്നതിൻ്റെ ചില ലെവൽസാണത്. ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു തരം സൗഹൃദം ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മാത്രം സംസാരിക്കാനുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് നല്ല ബന്ധമായിരിക്കും, അവർ തമ്മിൽ വർത്താനം പറയാനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ. ഈവൻ ചില ഭാര്യ ഭർത്താക്കന്മാർ വരെ വർത്താനം പറയേണ്ട നല്ല ബന്ധത്തിൽ കുട്ടികളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ പലതരത്തിലല്ലേ മനുഷ്യബന്ധങ്ങൾ. ദേവാസുരം പറഞ്ഞില്ലേ, ദേവാസുരവും രാവണപ്രഭുവും മലയാളത്തിൽ 2 പാർട്ടും അത്രയേറെ ആളുകൾ സ്വീകരിച്ച സിനിമകൾ വളരെ അപൂർവമാണ്. അതിലൊന്നാണ് ഇപ്പൊ രാവണപ്രഭുവിന്റെ റിലീസും കാത്തിരിക്കുകയാണ്. 2ലും അഭിനയിക്കാൻ പറ്റി. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം, അതിലെ കുറുപ്പ് എന്ന് പറയുന്ന റോള്, വയസ്സായൊരു കഥാപാത്രമായിട്ട് രാവണപ്രഭുവിലും ചെയ്യാൻ പറ്റി. ആ ഒരു ഏജും ആദ്യത്തെ പാർട്ടിന് എന്നും മറ്റൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. കാരണം IV ശശി ചെയ്ത രഞ്ജിത്ത് സിനിമയും ഇപ്പുറത്തെ രഞ്ജിത്ത് അത് ചെയ്യുമ്പോഴും ഒക്കെ ഫസ്റ്റ് പാർട്ടിലെ നീലകണ്ഠൻ ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മോഹൻലാൽ കഥാപാത്രം. അന്നത്തെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും നീലകണ്ഠൻ എന്നുള്ളൊരു കഥാപാത്രത്തിന്റെ കുറെ ഫൈറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് ഓർക്കുന്നത് എങ്ങനെയാ? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയെക്കാള് ഏറെ അത് ഡ്രാമയാണ്. അതിൻ്റെ ചില പഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകുന്ന സിനിമയത്. നാടകീയ മുഹൂർത്തങ്ങൾ ഏറെ ഉള്ളതാണ്. അതിലാണ് അത്. കാരണം രഞ്ജിത്ത് ബേസിക്കലി ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്രിയേഷൻ്റെ ഒരു അടിസ്ഥാനം. MTയുടെ സിനിമകളിലും ഡ്രാമ ഉണ്ടാവും.
പഴയ കാലത്ത് മുറപ്പെണ്ണ് തൊട്ടുള്ള സിനിമകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ഡയലോഗ്സ്, അതിൻ്റെ ഒരാളുടെ ഡയലോഗ്, അതിന് മറുപടി, അതിനെ പെരുത്ത് കയറുന്നത്, അതിലെ ഉള്ളടക്കങ്ങൾ. ഇപ്പോൾ എന്താണ് ചന്തു അതൊക്കെ ഈ ഡ്രമാറ്റിക് സംഭവങ്ങളാണ്, ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ. ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല സിനിമ കണ്ടത് ശവം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ഡോൺ പാലത്തറയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അത് കാണണം നമ്മൾക്കിത് ദേവാസുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് രണ്ടും ഒരു തുലാസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ നല്ല സിനിമ എന്ന് പറയാ ശവമായിരിക്കും. മറ്റത് നല്ല ഹരമാണ് കാണാൻ. ഹരം അത് ഒരു ഡ്രാമയൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെയല്ലേ, അങ്ങനെ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമ. ഞങ്ങൾക്ക് ശ്രീരാമൻ ചേട്ടനെ കാണുമ്പോ ഇപ്പൊ ലാലേട്ടന്റെ കൂടെയുള്ള സിനിമകൾ ഓർക്കുമ്പോ ആദ്യം ഓർക്കുന്നത് സ്ഫടികമാണ്. എന്തൊക്കെ പറഞ്ഞാലും പൂക്കോയ, അണക്കിരിക്കട്ടെ കുതിരപ്പവൻ എന്ന് പറയുന്നത് എന്റെ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കായിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഏതാണ്ട് 300 ചില്ലാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു 100 സിനിമയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓരോ സിനിമ കാണുമ്പോഴും ഇതിൽ നന്നായിട്ട് വേറെ ആർക്കും ചെയ്യാം. ഐ എം നോട്ട് ഫിറ്റ് എന്നുള്ളതാണ് ഏത് കാലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമയിൽ പോലും ഇത് നല്ലതാണല്ലോ, എനിക്ക് ഈ പണി പറ്റും, ഒന്നുകൂടി ശ്രമിച്ചാൽ ഞാനൊരു നടനാവും എന്നൊക്കെ എനിക്ക് ഒരു സിനിമയിൽ പോലും തോന്നില്ല. ഞാൻ അയാളെ ആരാണ് ഇയാളെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കണത് എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് എൻ്റെ ഇമേജിനോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിലൊരിക്കലും അഭിരമിച്ചിട്ടില്ല. എനിക്കത് പറ്റുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ സിനിമേനെ പറ്റിയിട്ട്. ഞാനൊരു നല്ല നടനുമല്ല എൻ്റെ അഭിപ്രായത്തിൽ. സ്ഫടികത്തിന്റെ ഒരു മെമ്മറി നേരത്തെ ചോദിച്ചതിന്റെ എന്തെങ്കിലും ഒരു കഥ പറയാം പൂക്കോയന്റെ? പൂക്കോയൊക്കെ ഭയങ്കര ബോർ ക്യാരക്ടറാണ്. അതൊന്നും നന്നായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ നാടകത്തിലൊക്കെ ഒരു ക്ലൗണിഷ് ക്യാരക്ടർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. അത് പിന്നെ ആൾക്കാർക്ക് രസിക്കുന്നത് നല്ല കലാസൃഷ്ടിയൊന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നില്ല. റീ റിലീസിനൊക്കെ ആ സീന് ഭയങ്കര കൈയടിയായിരുന്നു. ആയിരിക്കും, ആൾക്കാർ കൈയടിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താ അയാൾ ഇങ്ങനെ ഒരു പൂക്കോയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വളിപ്പ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത്, അത്രേ ഉള്ളൂ. അതിനേക്കാൾ ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ പറ്റിയിട്ടുള്ളൊരു എൻ്റെ ഒരു ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമയ്ക്ക് ഇതുപോലത്തെ ഹരം പിടിപ്പിക്കുന്ന ഒട്ടും ലോകത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അതിലെന്താ സാധാരണ ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഒരു നേർപ്പകർപ്പായിട്ട് വരേണ്ടതാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അച്ഛൻ മകൻ ബന്ധം ആളുകൾ പറയാറുണ്ട്, സ്ഫടികത്തിലെ ആ ഒരു ബന്ധവും. അതൊക്കെ ഒരു പരിധി വരെയാണ് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഇത് വളരെ ഇതായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു കമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ മകൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒരാൾ വേറെ ലോറി ഓടിക്കാന്നൊരു പെണ്ണിനെ വെച്ചിട്ട് ഇളനീര് വെച്ചു, മറ്റേത് വെച്ചു, പാട്ടൊക്കെ പാടി. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്? നമ്മളെപ്പോഴും സിനിമേനെ അല്ല, നമ്മൾ ലൈഫിനെ ആയിട്ടല്ലേ ഈ റിലേറ്റ് ചെയ്യുക, അത് കണക്ട് ചെയ്തിട്ട് നോക്കുക. എത്ര കണ്ട് ജീവിതം എനിക്ക് അത്രയാണ്. അവിടെയൊക്കെ ചിരിച്ചു കൈയടിക്കും സന്തോഷിക്കും, അതോടുകൂടി ആ സിനിമ കഴിഞ്ഞു. അതൊന്നും മനസ്സിലെല്ലാ കാലത്തും നിൽക്കുകയൊന്നുമില്ല. ചില സിനിമയിലെ ചില അപൂർവമായിട്ടുള്ള ചില സംഭവങ്ങളാണ് കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമ എന്ന് നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നത്. അതിലിതൊന്നുമില്ല. പുതിയ കാലഘട്ടത്തിലെ മലയാള സിനിമ എങ്ങനെയാ കാണാറില്ലല്ലോ. എനിക്കറിയില്ല സിനിമ എങ്ങനെയാ പോകുന്നത്. സിനിമ കാണാനൊന്നും പോകാൻ വയ്യ. സിനിമ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കണ്ടാൽ ഞാൻ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയാം. ഞാൻ സിനിമ കാണാൻ പണ്ടേ ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഞാനൊരു 25% സിനിമയെ കണ്ടിട്ടുള്ളൂ. ഇത് തിയേറ്ററിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വെറുതെ എന്നൊക്കെ പറഞ്ഞു. അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഒരുപാട് നാൾ പൈസ കിട്ടാൻ വേണ്ടിട്ട് കൂലിപ്പണി ചെയ്യുന്ന പോലെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, റോഡ് പണിക്കൊക്കെ പോകില്ല. അതുപോലെ ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്, അവിടെയും ഗതി പിടിച്ചില്ല. അവസാനം വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു കൂലിപ്പണിയാണ്. അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ചെയ്തത്. അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിലുപരിയായിട്ട് ഒരു പരീക്ഷണം, ഒരു സംഭവം, ഒരു ട്രെയിനിങ്ങും ഇതിലുണ്ടായിട്ടില്ല. ഈ മമ്മൂട്ടിയൊക്കെ സ്നേഹം കൊണ്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് നടക്ക്, രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് കാലൊക്കെ നീട്ടി വെച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ സംസാരിക്കും. പറയാം നമ്മൾ വെളിവായിക്കോളാം, നമ്മൾ ഇങ്ങനാണ്ട് പോയിക്കോളാം, നമ്മുടെ ഒരു ട്രാക്ക് ഉണ്ടെന്ന് പറയും. അതെനിക്ക് സഹായിക്കില്ല. മോഡുലേഷൻസ് ഉണ്ടാക്കാൻ,
നല്ല ഡബ്ബിങ്, നല്ല അഭിനയം ഒന്നും പറ്റിയിരുന്നില്ല. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ തോന്നുന്നു ഇയാള് സിനിമയിൽ ഔട്ടായപ്പോൾ ഇയാള് സിനിമയിൽ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു സിനിമ. ഞാൻ സിനിമ എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല ഒരു കാലത്ത്. അത് വളരെ എൻ്റെ CV ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഉണ്ട്, എൻ്റെ കസിനാണ്. മൂപ്പർക്കായിരുന്നു നിർബന്ധം ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന്. മൂപ്പർ എന്നെ നിർബന്ധമായിട്ട് കൊണ്ടുപോയിട്ട് അരവിന്ദൻ്റെ അടുത്ത് കാണിച്ചു. അരവിന്ദൻ അപ്പം അന്ന് ഞാൻ ടോളാണ്. അരവിന്ദൻ എന്നെ സിനിമയിൽ ഉത്തരായണം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറായിട്ട് നായകൻ എന്നൊക്കെ പറയില്ല. ഞാനപ്പോൾ എന്നോട് എന്തപ്പോൾ ഇങ്ങേർക്ക് എന്നോടൊരു പ്രത്യേകത ഒക്കെ തോന്നാൻ കാരണം, അപ്പോൾ ടോളാണ് ഇപ്പം എന്താ ചെയ്യുക, മുടിയൊക്കെ അന്ന് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ തോന്നി മുടി വടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ ഒഴിവാക്കും നമ്മളെ വെച്ചിട്ട് ഞാൻ മുടി മൊട്ടടിച്ചു. അങ്ങനെയാണ് ആ സിനിമയിൽ നിന്ന് ഒഴിവായത്. പിന്നെ രണ്ടാമത് വിളിച്ചിട്ടാണ് തമ്പിൽ അഭിനയിക്കുന്നത് 77. ഈ 27 ആവുമ്പോൾ 50 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് പൈസ കിട്ടി എന്നുള്ള അല്ലാണ്ട് അതിന് അങ്ങേ പുറത്തൊന്നും കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. തിരക്കിലാന്ന് അറിയാം.